അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ആശിഖീങ്ങളെ, നമ്മുടെ മഹത്തായ ഇഷ്ക് മദീന കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്നു വരുന്ന 11 ദിവസം നീണ്ടു നിൽക്കുന്ന അതിമഹത്തായ വിറുദുൽ ഹാജത്ത് മജ്ലിസിൻ്റെ 8ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ വലിയ സന്തോഷവും ഐശ്വര്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ അസുഖങ്ങളും അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു അധികരിപ്പിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. കടക്കിണിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറായ ഹലാലായ കടങ്ങൾ വീടാനുള്ള മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ കടങ്ങളും വീടി ജീവിതത്തിൽ വലിയ ബർക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളിലും കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും നല്ല അഭിവൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളുടെ പരീക്ഷകളിലൊക്കെ അള്ളാഹു വലിയ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ മഹത്തായ മജ്ലിസിൻ്റെ 8ാമത്തെ ദിവസമാണെന്ന് എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഇന്നലെ നമ്മൾ ചൊല്ലാൻ പറഞ്ഞ യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ ഹയ്യു യാ ഖയ്യൂം എന്ന മഹത്തായ ഇസ്മ, മഹത്തായ ദിക്ർ എല്ലാവരും ചൊല്ലിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കഴിയുന്നത്ര നമുക്ക് ഒരു 33 തവണയെങ്കിലും നമുക്കത് പതിവാക്കി വരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ 8ാമത്തെ ദിവസം നമ്മൾ ചൊല്ലാൻ പോകുന്ന മഹത്തായ ദിക്ർ, അതിൻ്റെ ഫലം, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. അത്രക്ക് അത്ഭുതം നിറഞ്ഞ ദിക്റാണ് നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുക എന്ന്. എന്താണ് തസ്ബീഹിന് ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കാനുള്ള കാരണം? അള്ളാഹുവിന് അത്രയധികം ഇഷ്ടമാണ് തസ്ബീഹ് ചൊല്ലുന്ന ആളുകളെ. ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അവരവരുടെ ഭാഷയിൽ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വലാത്തുകൾ, തസ്ബീഹുകൾ, ദിക്റുകൾ പ്രപഞ്ചം മുഴുവനും ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാ വസ്തുക്കളും പറക്കുന്നതും ഇഴയുന്നതും എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തസ്ബീഹ്? അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതാണ് തസ്ബീഹ്. അള്ളാഹു പരിപൂർണനാണ്. അള്ളാഹുവിന് ഒരു ന്യൂനതയും ഇല്ലാത്ത ഏറ്റവും ഉത്കൃഷ്ടമായ പരിപൂർണതയുള്ള സൃഷ്ടാവാണ് അള്ളാഹു. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തിക്കൊണ്ട് പറയുന്നതാണ് തസ്ബീഹ്. അത് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ്. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. കലിമത്താനി, അത് 2 വാചകങ്ങളാണ്. ഖഫീഫത്താനി അലൽ ലിസാൻ, അതിന് നാവിന് ചൊല്ലാൻ വളരെയധികം സുഖമുള്ളതാണ്, വളരെ എളുപ്പമുള്ള, നാവിന് എളുപ്പം ചൊല്ലാൻ കഴിയുന്നതാണ്. സഖീലത്താനി ഫിൽ മീസാൻ, അതാണെങ്കിലോ ഏറ്റവും ചെറുതാണെങ്കിൽ പോലും അത് മീസാനിൽ വളരെയധികം കനം തൂങ്ങുന്ന ദിക്റുകളാണ്, 2 ദിക്റാണ്. മാത്രമല്ല ഹബീബത്താനി ഇല റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 ദിക്റാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തസ്ബീഹിൻ്റെ വചനങ്ങളാണത്. മഹാനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എത്ര മനോഹരമായ അർത്ഥമാണ്! അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ, ഇഷ്ടം കരസ്ഥമാക്കാൻ ചില കാര്യങ്ങൾ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വൃത്തി അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ്. വൃത്തിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പാപമോചനം നടത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 ദിക്റുകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം ചൊല്ലുന്നവരെ
അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഹബീബത്താനി ഇല റഹ്മാൻ, കാരുണ്യക്കടലായ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് ഈ മഹത്തായ ദിക്റാണ് ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ഇതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയുകയില്ല. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന മഹത്തായ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ മഹത്വം നമ്മൾ അറിയാതെ പോകരുത്. അത്ര വലിയ നിധിയാണത്. നമ്മുടെ എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹു അത് മാറ്റിത്തരും. കാരണം അള്ളാഹുവിന് അത്ര ഇഷ്ടമുള്ള തസ്ബീഹാണത്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം നമ്മൾ. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി ഫീ യൗമിൻ മിഅത മറ ഖുത്തത് ഖതാബഹു വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. ദിവസവും 100 തവണ ആരെങ്കിലും സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന മഹത്തായ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ സമുദ്രത്തിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു അവൻക്ക് പുറത്തു കൊടുക്കും. അത്രക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ് അവര്. മാത്രമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ ഖാല ഹീന ഉസ്ബിഹു വഹീന ഉംസി. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും ഈ മഹത്തായ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന മഹത്തായ തസ്ബീഹ് പതിവാക്കിയാൽ അവർക്ക് ലഭിക്കുക ഖിയാമത്ത് നാളിൽ അവരെക്കാൾ പ്രതിഫലം ലഭിക്കുന്നവരായിട്ട് ആരും അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുകയില്ല എന്ന്. പിന്നെ എത്തുകയാണെങ്കിലോ അത് അതിനേക്കാൾ കൂടുതൽ ചൊല്ലിയ ആളുകൾ മാത്രമായിരിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിന് അത്രയധികം ഇഷ്ടമുള്ള ദിക്റാണ്. നമ്മുടെ എത്ര വലിയ പ്രയാസങ്ങൾക്കും, നമ്മളെ ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എത്ര എളുപ്പമാണ് നമുക്ക് ചൊല്ലാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ സമയത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ ആകെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, സാമ്പത്തികമായിട്ട് ആകെ തകർന്നു നിൽക്കുകയാണ്, എനിക്കൊരു പരിഹാരം തരണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റാണ്, തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ദിവസം 100 തവണ ചൊല്ലിക്കോ. അങ്ങനെ ആ മനുഷ്യൻ തിരിച്ചുപോയി. അദ്ദേഹം ഇത് പതിവാക്കി. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരികയാണ്. നബിയെ, അങ്ങ് പറഞ്ഞ ആ തസ്ബീഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവാക്കി. അതിനുശേഷം എന്നെ അള്ളാഹു വല്ലാണ്ട് അനുഗ്രഹിച്ചു. എനിക്ക് അള്ളാഹു സമ്പത്ത് വാരിക്കോരി നൽകി. എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറി. അത്രയധികം സമ്പത്ത് ഇപ്പോഴെനിക്കുണ്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു. അത്ര മഹത്വമേറിയ ദിക്റാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. സമ്പത്ത് വേണമോ? അള്ളാഹുവിന് ഏറ്റവും ഹലാലായ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട സമ്പത്ത് അള്ളാഹു നൽകും നമുക്ക്. മാത്രമല്ല ഇതിൻ്റെ മഹത്തായ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് നമ്മൾ ഒരു തവണ ചൊല്ലിയാൽ സ്വർഗത്തിൽ അവന് വേണ്ടി അള്ളാഹു ഒരു ഈത്തപ്പന മരം നടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്ര മഹത്വമേറിയതാണ്. ഇതിന് പറഞ്ഞു തീർക്കാൻ ഇതിന് വാക്കുകളില്ലാത്ത, ഇതിൻ്റെ പ്രതിഫലം പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയാത്ത അത്ര അനുഗ്രഹീതമായ വചനമാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അപ്പോൾ അത്രക്ക് മഹത്വമേറിയ ദിക്റാണ്, തസ്ബീഹാണ് ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ സന്തോഷത്തോടുകൂടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് മഹാനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ അക്ഷരശുദ്ധിയോടുകൂടെ നമ്മൾ വളരെ കുറച്ചല്ലേ ചെല്ലാനുള്ളൂ, അത് നമ്മൾ ചൊല്ലിത്തീർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും ഓർക്കുക, എപ്പോഴും സ്മരിക്കുക. അത്രയും വേഗത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ദിക്റാണ്, തസ്ബീഹാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ ദിക്റിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഇഷ്ക് മദീന കുടുംബത്തിലെ ആയിരക്കണക്കിന് ആശിഖീങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ മജ്ലിസുകളുടെ ബർക്കത്ത് കൊണ്ട്, ഈ വിർദുൽ ഹാജത്ത് മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റിത്തരും. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന മഹത്തായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തസ്ബീഹിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അള്ളാഹുവോട് ചോദിക്കുക. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. إلى حضرة سيدنا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحة.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم سبحان الله وبحمده سبحان الله العظيم 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 سبحان
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ
سبحان الله العظيم سبحان الله وبحمده 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 سبحان الله العظيم
سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده
وبحمده سبحان الله العظيم سبحان الله 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 وبحمده سبحان الله العظيم
بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم بحق جميع الأنبياء والمرسلين والحمد لله رب العالمين.